ബഹുമാനിതൻ SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ CPM CPI അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ കുറേ നാളായി തുടർന്നു വരുന്ന ഇസ്ലാമിക പ്രീണനം സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. നാളിതുവരെ ഇടതുപക്ഷത്തെ പിന്തുണച്ച അതിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായിത്തീർന്ന, കൂടുതൽ സമരം ചെയ്ത, തെരുവോരങ്ങളിൽ അടികൊണ്ട ഈഴവ പിന്നോക്ക സമൂഹങ്ങളെ അവഗണിച്ചുകൊണ്ട് ഭാഗ്യാന്വേഷികളായി ഇതിനുള്ളിലേക്ക് ചേക്കേറിയ, മതപരമായ സ്വത്വബോധം നിലനിർത്തി ചില ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ ഇതിനകത്ത് നുഴഞ്ഞു കയറിയ ആളുകളെ സംരക്ഷിക്കുന്നെന്നും അർഹതപ്പെട്ട അവകാശങ്ങളിൽ നിന്നും ഈഴവ സമൂഹത്തെ അടുപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതാണ് ഏറെ വിവാദത്തിന് കാരണമായിട്ടുള്ളത്. ഈ വിവാദത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് പ്രതികരിക്കുമെന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം ഇടതു സഹയാത്രികനായ ബിഷപ്പ് ഗീവറീസ് മാർ കുറിലോസിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. എന്നും ഈ നിപ്പ വൈറസും അതുപോലെ കൊറോണയും പ്രളയവും ഒന്നും നമ്മളെ രക്ഷിക്കില്ല എന്ന തരത്തിലൊക്കെയുള്ള ഒരു നിരീക്ഷണം വിവരദോഷികൾ പുരോഹിതന്മാർക്കിടയിലുമുണ്ട് എന്ന മറുപടി കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രശ്നത്തെ നേരിട്ടത്. തെറ്റുതിരുത്തി തുടങ്ങി മുഖ്യമന്ത്രി. കാരണം അദ്ദേഹം തെറ്റുതിരുത്തുമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇരുന്നത്. തെറ്റുതിരുത്തിയതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യമാണ് ഈ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതേ തെറ്റ് വെള്ളാപ്പള്ളി പറയുമ്പോഴും തിരുത്തുമെന്നാണ്. ഇങ്ങനെ കുറേ തെറ്റ് തിരുത്താനുണ്ട്. സമസ്ത CPM-നെതിരെ ആഞ്ഞടിച്ചിരുന്നു. മുസ്ലിം സംഘടനകൾ പലതും CPM-നെ വിമർശിച്ചിരുന്നു. പക്ഷേ ബിഷപ്പിന് കൊടുത്തുള്ളൊരു മറുപടി ഇവർക്കാർക്കും കൊടുക്കാനുള്ള നട്ടല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയോ എന്ന് സംശയിക്കാൻ കുറ്റം പറയാനാവില്ല. ഒരു മതത്തോടും പ്രത്യേകിച്ച് വിധേയത്വവും കൂറുമില്ലാത്ത നിഷ്പക്ഷനായ മതനിരപേക്ഷവാദി തന്നെയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പക്ഷേ ഈ പ്രത്യാക്രമണം നടത്തിയതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ സഹയാത്രികൻ എന്ന് അവരൊക്കെ തന്നെ പറയുന്ന DYFIയുടെയൊക്കെ വേദികളിൽ നിരന്തരം എത്തുന്ന, ഇവരുടെ വാദങ്ങൾക്ക് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്ന, ഞങ്ങളൊക്കെ സഖാവ് എന്ന് തന്നെ കാണുന്ന ബഹുമാനപ്പെട്ട ഗീവറീസ് മാർ കുറിലോസ് എന്ന ബിഷപ്പിന് മാത്രമാണ്. ബാക്കി കാന്തപുരത്തിനോ സമസ്തയുടെ നേതാക്കന്മാർക്കോ സാക്ഷാൽ വെള്ളാപ്പള്ളിക്കോ പോലും ഒരു മറുപടി ഉണ്ടായില്ല. ഇനി ബിഷപ്പ് ഒരു പ്രസ്താവന ഇങ്ങനെ നടത്തി. എന്നാൽ കൃത്യമായി സമസ്തയാകട്ടെ കാന്തപുരമാകട്ടെ ഇവരുടെയൊക്കെ ഔദ്യോഗിക പ്രസ്താവനകളാണ് മുമ്പോട്ട് വന്നത്. പത്രങ്ങളിലൊക്കെ പ്രിൻ്റ് ചെയ്ത വാർത്തയാണ് വന്നത്. പക്ഷേ ഒരക്ഷരം മുഖ്യമന്ത്രി ഉരിയാടിയല്ല. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞേക്കും, സമയം വരുമ്പോൾ പറയാനാണ് എന്നെനിക്ക് തോന്നുന്നു. എന്തുവാകട്ടെ, ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞതും പറയാത്തതും എന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതുണ്ട്, വെള്ളാപ്പള്ളിയോട് നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഫസൽ ഗഫൂറും അതുപോലെ SDP നേതാവ് അഷ്റഫ് മൗലവിയൊക്കെ പ്രതികരിച്ചതുണ്ട്, അല്ലെങ്കിൽ മതനിരപേക്ഷവാദികൾ എന്നറിയപ്പെടുന്ന പൊതുസമൂഹം പറഞ്ഞുണ്ട്. ഒന്നാമതായി വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്നതിലെ വിരോധമാണെന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹം അത് കൂടെ പറയുന്നുണ്ട്. അതാരും കേൾക്കുന്നില്ല. കാരണം വെള്ളാപ്പള്ളിക്ക് നമ്മൾ ഒരു ജാതീയതയുടെ ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ കാന്തപുരോ അല്ലെങ്കിൽ സമസ്തയോ അതിൻ്റെ നേതാക്കന്മാരോ മുജാഹിദുകളോ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ ബിഷപ്പുമാരോ ആരും വർഗീയവാദികളല്ല. അംഗീകരിക്കപ്പെട്ട വർഗീയവാദി ആരാണ്? സാക്ഷാൽ വെള്ളാപ്പള്ളി. ബാക്കിയെല്ലാം മതനിരപേക്ഷവാദികൾ. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു ജാതിവാദിയുടെ എല്ലാ തരത്തിലുള്ള മാനസികാവസ്ഥ അതിലുണ്ടാകും എന്ന് മലയാളി സമൂഹത്തിലൊരു മുൻവിധി നമ്മളെല്ലാം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് അതിൽ നിന്ന് മോചനമൊന്നുമില്ല.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ വസ്തുതയാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ ചിന്തകൻ ശ്രീ സണ്ണി കബീക്കാട്, ബഹുമാനായ ഡോക്ടർ ഫസൽ കപൂറും പി അഷ്റഫും ഒക്കെ പറയുമ്പോൾ ഇവർ പറയാറുണ്ട്, ഈ ഡേറ്റ കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. വെള്ളാപ്പള്ളി ഡേറ്റ വെച്ചു, എന്ത് ഡേറ്റ വെക്കാതിരുന്നത്? ആ ഡാറ്റ എന്താ നിങ്ങൾ നോക്ക്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ 5 MP അയച്ചു കേരളം. ഈ 5 MP ഭൂരിപക്ഷം അവർക്ക് കിട്ടി. ഇതെല്ലാം മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തു. എണ്ണം എടുത്ത് പറഞ്ഞാണ് ഇതൊക്കെ സ്ഥാപിക്കുന്നത്. ആ ഡേറ്റയല്ലേ? അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതല്ല ഇങ്ങനല്ലേ? ബാക്കി മനുഷ്യരിവിടെ ഇല്ലേ? ഈ ചോദ്യമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ആ ചോദ്യത്തിലൊരു ഡേറ്റയുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം എന്താ കാണാത്തത്? അതിൽ ജാതി മാത്രമാണ് കാണേണ്ടത്. അതൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടത്. ഫസൽ കപൂർ പറയുന്നത് അങ്ങനെയല്ല. മന്ത്രിമാരിൽ എണ്ണം എടുത്താൽ 1.5 മന്ത്രി ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതാരൊക്കെയാണ്? മുഹമ്മദ് റിയാസും പിന്നെ സ്പോർട്സിൻ്റെ അബ്ദുറഹ്മാനുമാണ്. അത് അബ്ദുറഹ്മാൻ സ്പോർട്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് 1.5 ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഷയം കൂടി നമ്മളിതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഈ 1.5 മന്ത്രിയല്ല, ഇനി അത് 3-4 മന്ത്രിക്ക് അവർക്ക് അർഹതയുണ്ടെന്ന് കാണുന്ന ആളാണ് ഞാൻ. ഒരു തെറ്റൊന്നുമല്ല. പ്രാപ്തിയുള്ള 4 മന്ത്രിമാർ. ഇപ്പം വേറൊന്ന്, ഒരു ജാതിയിൽ നിന്ന് കുറേയേറെ മന്ത്രിമാർ വരുന്നതോടെ തീരുന്നതല്ല ആ സമൂഹത്തിൻ്റെ പ്രശ്നം. മന്ത്രി നിഷ്പക്ഷനായിട്ട് എല്ലാ സമൂഹത്തിനും വേണ്ടിയുള്ള ആളാണല്ലോ. ആ സമുദായത്തിൻ്റെ കാര്യം മാത്രം ചെയ്യാനുള്ള ആളല്ല. ആ ധാരണയിൽ നിന്ന് ഈ ചിന്തയൊക്കെ ഉരുത്തിരിയും. ഇനി മറുവശങ്ങളുണ്ട്. അവകാശങ്ങൾ ന്യായവും അത് നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഏതൊരു കമ്മ്യൂണിറ്റി അവകാശം നേടിയെടുക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെങ്കിൽ ഇതെന്താണ് ചെയ്യുന്നത് ഇവിടെ? ഈ അവകാശങ്ങൾ നേടിയെടുത്തു എന്നിടത്തല്ല പ്രശ്നം, പ്രീണിപ്പിച്ചു എന്നതിലാണ്. ഈ പ്രീണനം അവകാശ സമരങ്ങളിലൂടെ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വിപരീതമായിട്ടാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഇവിടെ പ്രീണനം നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രീണനം എന്നൊരു പദം എടുക്കണം. എന്താ എൻ്റെ അർത്ഥം? അത് നമ്മൾ കൂടുതൽ ഡെക്കറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ അതൊരു സുഖിപ്പിച്ച് നിർത്തലാണ്. ഇനി ആ പദത്തിലേക്ക് എടുക്കാം. CPM ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ സുഖിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അതാണ് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അവകാശങ്ങൾ സാധിക്കുന്നുണ്ടോ? കുറവാണ്. എന്താ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇതുവഴി പറ്റുന്നത്? CPMൻ്റെ പ്രീണനത്തിന് തലവെക്കുക വഴി അവകാശങ്ങൾ സാധിക്കാതെ പോയി അനർഹമായ മുസ്ലിങ്ങൾ എന്തൊക്കെയോ വാരിക്കൂട്ടുന്നു എന്ന ഒരു ചിന്ത സമൂഹത്തിൽ പരക്കാൻ കാരണമായിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടത് പാർട്ടികളാണ്. തൊട്ടടുത്ത് കോൺഗ്രസ്സുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ലീഗിൻ്റെ അക്കൗണ്ട് വഴി മാത്രമേ മുസ്ലിങ്ങൾക്ക് കൊല്ലം കൊടുക്കുള്ളൂ. അവിടെ വളർന്നു വന്ന മുസ്ലിം നേതാക്കളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാം. MM ഹസന് പലപ്പോഴും ഈ ഡെപ്യൂട്ടേഷനിൽ KPCC പ്രസിഡൻറ്റോ UDF കൺവീനറോ ഒക്കെ ആകാറുണ്ട്. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായൊരു മനുഷ്യൻ മന്ത്രിയായപ്പോൾ കിട്ടുന്നത് പാർലമെൻ്ററി കാര്യ വകുപ്പ് എന്ന പേരിൽ കാര്യമായിട്ട് വലിയ റോളില്ലാത്തൊരു വകുപ്പാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുൾ ഡൗൺ ചെയ്യുന്ന ഏർപ്പാടുകളുണ്ട്. അത് ടീച്ച് മുസ്തഫ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ലീഗിൻ്റെ അക്കൗണ്ട് വഴി വേണമെങ്കിൽ വാങ്ങിക്കൊള്ളാം. സ്ത്രീകൾ അനർഹമായിട്ട് കൂടെ എന്തെങ്കിലും ഈ രൂപത്തിൽ രാഷ്ട്രീയപരമായി LDFിലോ UDFിലോ നിന്ന് ഉണ്ടാക്കി എന്നതല്ല ഇവിടുത്തെ വിഷയം. മറിച്ചെന്താണ്, ചില നാളുകളായി കണ്ടെന്താ ഒരു വല്ലാത്ത തലോടൽ ഈ കമ്മ്യൂണിറ്റിക്ക് കൃത്യമായി കൊടുക്കാൻ CPM ശ്രമിക്കുന്നു. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം. പാലസ്തീനിൽ ഹമാസും പാലസ്തീനികളും ഏറ്റുമുട്ടുന്നു. നിങ്ങൾക്കൊരു പക്ഷമുണ്ടാവുക സ്വാഭാവികമാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ഒരു തീവ്രവാദ സംഘടന മനുഷ്യ കവചങ്ങളാക്കി കുഞ്ഞുങ്ങളെ നിർത്തി അവരോട് പോരാടുകയാണ്. ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യത്ത്, റഫറൻഡമൊന്നുമല്ല, ആ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കെതിരെ പോരാടുകയാണ്. $1 സമാഹരിച്ചുകൊണ്ട് ഇത്തരം സംഘടനകൾ മറ്റ് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ പാവം മനുഷ്യരെ യുദ്ധത്തിനിറക്കി വിടുകയാണ്. നിങ്ങൾക്ക് ഹമാസിൻ്റെ പക്ഷത്തോ ഇസ്രയേലിൻ്റെ പക്ഷത്തോ നിൽക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ടൊരു സമൂഹത്തെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ദേശീയതയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വേണ്ടി പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ആയുധം തന്ന് സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ സംഘപരിവാർ
വർക്കാരനായിട്ട് നിങ്ങൾക്ക് ചാപ്പ കുത്താനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണല്ലോ. മുമ്പേ വെള്ളാപ്പള്ളി മാത്രം വർഗീയവാദിയും ബാക്കി കേരളത്തിലെ എല്ലാ മനുഷ്യരും മതനിരപേക്ഷവാദികളൊക്കെയാണ് എന്ന് കാണുന്നൊരു സമൂഹത്തിൽ എന്നെപ്പോലൊരാളെ സംഘപരിവാർക്കാരനായി കാണുന്നതിൽ ഒരു കുറ്റവും ഞാൻ നിങ്ങളെ എതിർക്കുന്നേ ഇല്ല. മറിച്ചൊരു കാര്യം, ഈ ചർച്ചകൾ അന്തിച്ചർച്ച നടക്കുക ഒരാവശ്യമുള്ള കാര്യമല്ല, ഒരപലപിക്കൽ കൊണ്ട് തീരേണ്ട കാര്യമാണ്. മനസ്സിലാക്കണം, ഇവിടെ തീരേണ്ട കാര്യമാണ്. എന്തെല്ലാം പ്രചാരവേല. ഒരു നേഴ്സ് മരിച്ചു വീണു, ഇടുക്കിക്കാരി. ആ നേഴ്സ് ഇസ്രയേലിൽ തീവ്രവാദി ആക്രമണം കൊണ്ട് മരിച്ചു വീഴുമ്പോൾ ആ രാജ്യം എത്ര മാന്യമായിട്ടാണ് മൃതശരീരം എത്തിച്ചതെന്നും എന്തെല്ലാം പരിഗണന ആ വീട്ടുകാർക്ക് നൽകിയതെന്നും നമ്മൾ കണ്ടു. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് ഒരു നേഴ്സ് തൂക്കേറിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, വധശിക്ഷ കാത്തെഴുതുകയാണ്, 40 കോടി നമ്മൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി. നോക്കണം, അപലപിക്കലൊന്നുമില്ല ഇക്കാര്യത്തിൽ. ശരിയാ നിയമങ്ങൾ വച്ചുകൊണ്ട് പ്രാകൃതമായ ഗോത്ര കാലഘട്ടത്തിലെ ജീവിതം ആധുനിക ലോകവ്യവസ്ഥയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന നെറിയേടിനെതിരെ പ്രമേയം പാസ്സാക്കേണ്ട, അത് തെറ്റാണെന്ന് പറയാൻ പോലും നിങ്ങൾ ഇവിടെ ഒരു ഭരണകർത്താവിനെ കണ്ടോ? നമ്മളെല്ലാം ചേർന്ന് പിരിച്ചു കൊടുത്തുകൊണ്ടൊരു ചെറുപ്പക്കാരൻ്റെ പ്രാണൻ രക്ഷിച്ചുകൊണ്ട് വന്നു. ഈ പ്രാകൃത നിയമങ്ങൾ നിലനിൽക്കുന്ന ഇടത്താണ് ആധുനികവൽക്കരിക്കപ്പെട്ട ജനാധിപത്യ ബോധത്തെ കാണാതെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ സന്തോഷിപ്പിക്കുക. ഇത് നമ്മൾ കണ്ടു. എർദോഗൻ ഒരു പള്ളി പിടിച്ചെടുക്കും തുർക്കിയിൽ, ഹാഗിയ സോഫിയ പിടിച്ചെടുക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഹാലിളകിപ്പോയ സാദിഖലി തങ്ങൾ എന്താ ചെയ്ത്, അത് വളരെ വിശദമായൊരു മുഖപ്രസംഗം തയ്യാറാക്കി പബ്ലിക്കിലേക്ക് വിടുന്നു. ചർച്ചയായി. ഈ ചർച്ചയിൽ ഇടത് പാർട്ടികൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഒരഭിപ്രായം പറയണമല്ലോ. എന്താ അഭിപ്രായം? ഒരഭിപ്രായമില്ല. മനസ്സുകൊണ്ട് എർദോഗൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സ്ഥിതി വന്നു. അത് ക്രൈസ്തവരെ അതിൽ നകറ്റി. ഇങ്ങനെ ഓരോ വിഷയങ്ങളെടുത്താൽ പ്രീണിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ എന്താണ് ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് കിട്ടുമെന്ന് അറിയണ്ട. ചില സ്കോളർഷിപ്പുകളാണ്. ഈ സ്കോളർഷിപ്പുകൾ ഒരു വലിയ ഗുണപരമായ എന്തോ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അതിലൂടെ കൂടുതൽ ആനുകൂല്യം അവർക്ക് കിട്ടുന്നെന്നും കൂടെയുള്ള ക്രൈസ്തവർ അതിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നെന്നുള്ള ഒരു സ്ഥിതി വന്നു. നമ്മൾ കണ്ടു 80-20 ഇക്വേഷനിൽ ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നു. ഇതിനെതിരെ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ നമ്മൾ വക്കീലന്മാരെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് പോയിരിക്കുന്നു. ഇതല്ലേ പ്രശ്നം. ഈ മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ക്ഷേമനിധിയിലാണെന്ന് പറയുന്നു. എന്തുവാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീണനം മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾ സാധിക്കുന്നില്ല. അപ്പോൾ പ്രീണിപ്പിക്കുന്നുണ്ട്. ആ പ്രീണനം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. കാരണം അവരും തിരിഞ്ഞു ഇങ്ങനെ പ്രീണിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വല്ലതും കിട്ടിയില്ല. ഇനി നിങ്ങൾ കണ്ടോണം, ഇനി ഇതിനൊക്കെ ഒരല്പം ഭേദഗതി വരുത്താൻ തന്നെയാണ് അവരുടെ നിശബ്ദത വ്യക്തമാക്കുന്നത്. ഇനി അവർ പിന്തിരിയും. കാരണം കൂടെയുള്ള വോട്ട് ബാങ്ക് നന്നായിട്ട് ചോർന്നു. അപ്പുറത്ത് BJP വല വിരിച്ച് നിൽക്കുകയാണ്, എന്ത് വേണമെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. ഒരു കീഴാള ഹിന്ദുത്വം ഇന്ത്യയിൽ വളർന്നു വരികയാണ്. കേരളത്തിൽ അത് ശക്തിപ്പെട്ടു വരികയാണ്. കേരളത്തിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ഈ കീഴാള ഹിന്ദുത്വം ശക്തിപ്പെടാനുള്ള പ്രധാന കാരണം CPMൻ്റെ വീക്ഷണക്കുറവാണ്. കാരണം ഹിന്ദു വോട്ട് ബാങ്ക് ഒരു ബെൽറ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികം നിൽക്കുന്നത് ഇടതുപക്ഷത്തായിരുന്നു, ഈഴവ കമ്മ്യൂണിറ്റിയായിരുന്നു, ദലിതരായിരുന്നു. അവരെ പാടെ അവഗണിച്ചു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ശരി ഏകദേശം തന്നെ ഇതാണ്. എന്തെന്നാൽ മുസ്ലിങ്ങൾ അവകാശം സാധിച്ചെടുക്കുന്നതിൽ അല്ല അതേ എതിർപ്പ് പറഞ്ഞത്. ഇടത് പാർട്ടികൾ അവരെ പ്രീണിപ്പിക്കുന്നു, തലോടുന്നു, സുഖിപ്പിക്കുന്നു, സന്തോഷിപ്പിച്ചു നിർത്തുന്നു. ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അതിൽ പോലെ അധികം പറയാണ്ട് തോന്നുന്നില്ല. അതിന് പകരം ഡേറ്റ നിരത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമില്ല, ബോർഡിലില്ല, കോർപ്പറേഷനില്ല, അത് അവകാശ സമരങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം, അത് പിടിച്ചെടുക്കണം. അതിനൊന്നും ആരും എതിരല്ല. ഡേറ്റകൾ തന്നെ സംസാരിക്കട്ടെ, അത് വെച്ചുള്ള ചർച്ചകൾ തന്നെ നടക്കട്ടെ. ഇനി വെള്ളാപ്പള്ളി ബോധപൂർവം ഒഴിവാക്കിയൊരു വിഷയമുണ്ട് ചർച്ചയിൽ വരാം. അത് വെള്ളാപ്പള്ളിക്ക് അറിയാം. എന്നാൽ വെള്ളാപ്പള്ളിയുടെ സമൂഹമോ മുസ്ലിങ്ങളോ ദലിതരോ മറ്റു പിന്നോക്കരോ ഒന്നുമല്ല ഈ രാജ്യത്തിലെ ഏറ്റവും നിർണായകമായ, വിശേഷിച്ച് കേരളത്തിലെ നിർണായകമായ അധികാരം കൈയാളുന്നത്. അത് ജനസംഖ്യയിൽ കേവലം 10% മാത്രമുള്ള നായർ കമ്മ്യൂണിറ്റിയാണ്. അത് വെള്ളാപ്പള്ളി പറയാത്തതുണ്ടാ? അദ്ദേഹത്തിന് അടുത്ത കാലത്തുണ്ടായ ഒരു BJP ബോധം അദ്ദേഹം കൃത്യമായി തന്നെ ഒരു BJP പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി
കേരളത്തിലെ BJPയെ നയിക്കുന്ന അല്ലെങ്കിൽ അതിലെ വോട്ട് ബാങ്കിലെ ഭൂരിപക്ഷ ജനതയായ നായർ കമ്മ്യൂണിറ്റിയെ പിണക്കിക്കൊണ്ടൊരു യാത്രയ്ക്ക് ഇനി വെള്ളാപ്പള്ളി തയ്യാറില്ല. പണ്ടൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ ആദ്യം വിശാല ഹിന്ദു ഐക്യമൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അത് രക്ഷയില്ലാതെ പോയപ്പോൾ തിരിച്ച് അവർക്കെതിരെ വലിയ കലഹങ്ങളുണ്ടാക്കി. അതുകൊണ്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഒരു കോംപ്രമൈസ്. ഇവിടെയാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെ നീതിബോധവും ചോദ്യം ചെയ്യുക. എന്താ അത്? മുസ്ലിങ്ങളെ ഈ പ്രീണിപ്പിക്കുന്നു എന്ന വാദം അതിൽ ശരി തന്നെയാണ്. മറുവശത്ത് ഈ കേരളത്തിലെ പ്രബലങ്ങളായ 3 രാഷ്ട്രീയ കക്ഷികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഘപരിവാർ ബോധത്തെ എവിടെയെങ്കിലും വെള്ളാപ്പള്ളി എതിർത്ത് നിങ്ങൾ കണ്ടോ? 3 രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത് സംഘപരിവാർ ബോധമാണ്. തീവ്ര ഹിന്ദുത്വം അല്ലായിരിക്കാതെ, പക്ഷേ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എടുത്താൽ, അതല്ലെങ്കിൽ നമ്മൾ മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ, MLA മാരുടെ എണ്ണം എടുത്താൽ, MP മാരുടെ എണ്ണം എടുത്താൽ, എങ്ങനെ കളിച്ചാലും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് സമൂഹത്തിൽ 10% മാത്രമുള്ള സവർണ ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അതിനടുത്ത കാലത്തൊന്നും ഒരു മാറ്റം വരാനില്ല. ഇതായിരുന്നു വെള്ളാപ്പള്ളി ഫോക്കസ് ചെയ്യുന്നത്. ഇതായിരുന്നു വെള്ളാപ്പള്ളി ശ്രദ്ധിച്ച് പറയുന്നത്. അതായിരുന്നു വസ്തുത. അത് വെള്ളാപ്പള്ളിക്കറിയാം, വസ്തുതാപരമാണത്. അതല്ലേ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു മുഖ്യമന്ത്രി പിന്നോക്കനാണ്. പക്ഷെ 10 മന്ത്രിമാർ CPM-ൻ്റെ ഒരു വോട്ട് ബാങ്കും അല്ലാത്ത, ഒരു സമൂഹം എന്ന നിലയിൽ CPM-നെ എന്നും എതിർക്കുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. നേതാക്കളാണ് അവിടുത്തെ വരുന്നത്. അണികൾ എത്ര ഉണ്ട്? അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ സമൂഹം ഉൾപ്പെടെ പാർട്ടിക്ക് പോസ്റ്റ് ഒട്ടിക്കുന്ന, അതിൻ്റെ പ്രാദേശിക തലങ്ങളിൽ ലോക്കലിലും ബ്രാഞ്ചിലുമൊക്കെ പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും തല്ലുകൊള്ളുകയും രക്തസാക്ഷികളാകുകയും ചെയ്യുന്ന സമൂഹത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം എടുത്താലും MLA സ്ഥാനം എടുത്താലും പാർലമെൻറ്റിലേക്ക് അയക്കുന്ന എടുത്താലും ഇതെല്ലാം ഈ കമ്മ്യൂണിറ്റിക്ക് യാതൊരു സമരവും ആവശ്യമില്ലാതെ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പ്രബല രാഷ്ട്രീയം, അത് BJPയെ വിടാം. BJPക്ക് സ്വാഭാവികമായിട്ട് അതൊരു സവർണ ഹിന്ദു പാർട്ടി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, കീഴാള ഹിന്ദുത്വത്തിലേക്ക് അടുത്ത കാലത്ത് തിരിഞ്ഞെങ്കിലും അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ സ്വഭാവം അതാണ്. അത് നമ്മൾ പറയുന്നത് സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് പഴയ ലോകത്തെ ഒന്ന് പുതുക്കി നമ്മുടെ ഇടയിലേക്ക് അല്പം പെയിൻ്റ് അടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. മറുവശത്തേക്ക് വരാം. ആ രാഷ്ട്രീയത്തിന് ബദലെന്ന് പറയുന്ന കോൺഗ്രസ്സിലോ CPM-ലോ നിങ്ങൾക്ക് ഈ സംഘപരിവാർ സ്പർശനം കൂടാതെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ടച്ചില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ കാണിക്കാൻ പറ്റുമോ? എടുക്ക് കോൺഗ്രസ്സിനെ, മുഖ്യമന്ത്രിമാരെ എണ്ണെടുക്ക്, MLA-മാരെ എണ്ണെടുക്ക്, മത്സരിക്കാൻ കൊടുക്കുന്ന സീറ്റുകളിൽ തോറ്റുപോകുന്നിടത്ത് പോലും കാൻഡിഡേറ്റ്സിനെ നോക്ക്, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ അവർ വീതം വെച്ചത് നോക്ക്. ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരുന്നാരാ? മതന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളുമാണ്. അതാണ് UDF-ൻ്റെ വോട്ട് ബാങ്ക്. നാളിതുവരെയുള്ള ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, 1.5 ക്രിസ്ത്യാനികളാണ് മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. 1.5 ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയാൻ കാരണം ഒരാൾ AK ആൻ്റണി ആയതുകൊണ്ട് കേട്ടോ. മറ്റേ ഫസൽ ഗഹൂർ പറഞ്ഞ വാക്ക് കടമെടുത്താണ് ഉമ്മൻചാണ്ടി ഒഴിവാക്കി ചിന്തിച്ചത്. ഇനിയെടുക്ക് APCCയുടെ സ്ഥാനങ്ങൾ എടുത്താൽ, അർഹതപ്പെട്ട മേഖലയെടുത്താൽ, അത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു വേർഷനാണ് അവിടെ. CPM-ലേക്ക് വാ, ഇതേ രാഷ്ട്രീയം നിങ്ങൾക്ക് അവിടെയും കാണാം. എങ്ങനെ കളിച്ചാലും ഒരു T. മാധവറാവു ദിവാനായി കേരളത്തിലെത്തുന്ന കാലം മുതൽ ആന്ധ്രാബ്രാഹ്മണനായിരുന്ന T. മാധവറാവുവാണ് സർക്കാർ നിയമനങ്ങളിൽ ബിരുദവും പഠനവും വിദ്യാഭ്യാസമൊക്കെ ഒരു അടിസ്ഥാന കാരണമാക്കി തീർക്കുന്നത്. അതിനുശേഷം ഉള്ള ഇതുപര്യന്തമുള്ള ചരിത്രത്തിൽ നമ്മൾ കണ്ടുവരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥ സ്ഥാനം എടുത്താലും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളെടുത്താലും നിർണായകമായ എല്ലാ അധികാര സ്ഥാനങ്ങളിലും കൃത്യമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സവർണ ഹിന്ദു സമൂഹത്തെ മാത്രമാണ്. കൂടുതലും 90% അങ്ങനെയാണ്. ഇനി അവരിൽ ഒരാൾക്ക് ഇത്തരം സ്ഥാനങ്ങളിൽ വന്നാൽ നമ്മൾ പിള്ളയുടെ കാര്യം കണ്ടാണ്. പിള്ളയ്ക്ക് സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഏറ്റവും അധികം വിമർശിക്കുന്ന ഘട്ടത്തിലും കൊടുക്കുന്നത് ക്യാബിനറ്റ് റാങ്കാണ്. എന്താണ് അദ്ദേഹത്തിന് മാത്രമുള്ള പ്രത്യേകത? ബാക്കി ഈ ബോർഡ് ചെയർമാന്മാരിൽ നിന്ന്, കോർപ്പറേഷൻ ചെയർമാന്മാരിൽ നിന്ന് അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താണ്? പ്രത്യേകത ഇത്രേ ഉള്ളൂ, അദ്ദേഹം ഒരു സവർണ കമ്മ്യൂണിറ്റിയെ പ്രതികരിക്കുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വയ്യ. അത്തരമൊരു വിധേയത്വം, ഒരു ഓച്ചാനിച്ച് നിൽക്കൽ ഈ പാർട്ടികൾ കൃത്യമായിട്ട് അവലംബിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാന വിഷയം. ഈ പ്രീണനമൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പം തങ്ങളെ പ്രീണിപ്പിച്ചില്ല എന്ന് പറഞ്ഞൊന്നും മുസ്ലിങ്ങൾക്ക് പ്രശ്നമുള്ളവരാണെന്നില്ല. അവരുടെ അവകാശമാണ് അവർ ചോദിക്കുന്നത്.
അവകാശമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇവർക്ക് തന്നെ മടുപ്പായി. കാരണം എന്താ, ഒരു ഗുണവും ഇല്ലാതെ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ് ഇത് ഉതകിയത്. 5 കോട്ട വർദ്ധിപ്പിച്ചു, അതല്ലെങ്കിൽ മദ്രസയിൽ പെൻഷൻ കൊടുത്തു, ജലീലുമൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. അവിടെ പറയാം, ഇത്തരം കക്ഷികളാണ് ഈ സമൂഹത്തെ നശിപ്പിച്ചത്. സമൂഹത്തെക്കുറിച്ച് തെറ്റായ ധാരണ, സോഷ്യൽ ഹാർമണി തകർത്തതിൽ ഇവർക്കൊക്കെയുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പം മറുവശത്ത് ഈ ഫാസിസ്റ്റ് ശക്തികൾ ഇത് കൃത്യമായിട്ട് മുതലെടുക്കത്തക്ക വിധം കാര്യങ്ങൾ നടക്കുമ്പോൾ മൗനം അവലംബിക്കുകയാണ് എല്ലാവരും ഈ ഒരു വിഷയത്തിൽ. ആരെങ്കിലും പറഞ്ഞു കേട്ടോ, ഒരു ഗൗരവതര ചർച്ച വെച്ച് കേട്ടോ, അങ്ങനെ വെക്കാൻ പാടും. ഈ കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ കൂടുതൽ അവകാശങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറയാനുള്ള നാണം എന്താണ്? അതൊരു പാർട്ടിയും പറഞ്ഞില്ല, ഒരു വ്യക്തിയും പറഞ്ഞു കേൾക്കുന്നില്ല. അവരല്ലാതെ മൂടി പറഞ്ഞിങ്ങനെ പോവാണ്. ഇവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്, ഇവിടുത്തെ രാഷ്ട്രീയത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പാർട്ടി ഏതായിരുന്നാലും, ബഹുമാനപ്പെട്ട ഗുരു പറഞ്ഞതുപോലെ അതേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞാൽ, പാർട്ടി ഏതായാലും സവർണ്ണ ഹിന്ദുക്കൾക്ക് അതിൻ്റെ മേധാവിത്വ സ്ഥാനത്ത് വരണമെന്ന ഗൂഢ അജണ്ട 3 പാർട്ടികളും കൃത്യമായിട്ടിവിടെ നടപ്പിലാക്കുന്നു. അതിൽ നിന്നാണ് അവർ പിന്തിരിയുന്നത്. ഇതായിരുന്നു എല്ലാവരും പറയുന്നത്. അവിടെയായിരുന്നു ശ്രീ വെള്ളാപ്പള്ളിയും സ്ട്രെസ് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രീണനം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ അത് അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കാനുള്ള മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾക്ക് പാർട്ടികൾ വഴങ്ങിയെന്ന് ഞാൻ നിരീക്ഷിക്കുന്നില്ല. അങ്ങനെ നടന്നിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി പറയാതിരുന്ന എന്താണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ ഉണ്ടാക്കിയ പുതിയ പാർട്ടിയും അതിൻ്റെ രാഷ്ട്രീയവും ഏതാണ്ടൊക്കെ ക്ലച്ച് പിടിക്കുന്നു എന്നൊരു തോന്നലിൽ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു വിട്ടത് എന്താണെന്ന് വെച്ചാൽ, മിണ്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനർഹമായ ഒത്തിരി സ്ഥാനങ്ങൾ കയ്യാളി വച്ചിരിക്കുന്നത് സവർണ ഹിന്ദുക്കളാണ് എന്ന് ഉള്ള ഒരു കാര്യം പറയാൻ അദ്ദേഹം മടിച്ചു. പണ്ടൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ടോ പറയാത്തില്ല. അതിൻ്റെ കാരണം എനിക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്, കേരളത്തിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്വാധീനം നാളെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ഈ കീഴാള ഹിന്ദുക്കളെ കൂടി അവിടേക്ക് ചേർത്തുകൊണ്ട് ഒരു പുത്തൻ ബദൽ വരുമെങ്കിൽ ഞാൻ എന്തിന് വെറുതെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇവരുടെ അപ്രീതി ക്ഷണിച്ചു വരുത്തണം എന്നുള്ള ഒരു ഹിഡനായ താല്പര്യം അദ്ദേഹത്തിന് അതിലുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ഇടത് ഗവൺമെൻറ്, പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പദം തെറ്റിദ്ധരിക്കരുത്, അവർ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്നുള്ള അഭിപ്രായത്തിലല്ല. അതിലാർക്കും ആരുടെ അവകാശങ്ങൾ സാധിക്കുന്ന ആർക്കും വിരോധമില്ല. മറിച്ച് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, സെക്രട്ടേറിയറ്റ് നടക്കൽ കുടിൽ കെട്ടാതെ, ഭീമാകാര മെമ്മോറാണ്ടം കൊടുക്കാതെ, വഴിയടച്ചുള്ള സമരം ചെയ്യാതെ 10% സംവരണം. അതാർക്കാണ്? നായർ കമ്മ്യൂണിറ്റിക്ക്. എങ്ങനെ സാധിച്ചെടുത്തു? അതാണ് ട്രിക്ക്. സമരം വേണ്ട, മെമ്മോറാണ്ടം വേണ്ട, വഴിയടച്ചുള്ള സമരം വേണ്ട, പെരുന്നേന്നൊരു ഫോൺ കോൾ മതിയെന്ന് 10% സംവരണം. ഇത് വാങ്ങിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട NSൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുന്നത്, ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തണം. ആദ്യം മനസ്സിലാക്കുക, ഈ ജാതിയും സംവരണവും സംബന്ധിച്ചുള്ള NSSൻ്റെ കാഴ്ചപ്പാടിൽ വികലമായൊരു ബോധം അദ്ദേഹത്തിന് അറിവില്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹം എന്തിനാ അങ്ങനെ പറയുന്നറിയില്ല. ജാതി സെൻസസിനെ കൂടി എതിർക്കുന്നു NSSും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ അതിനെ എതിർക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറാവാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കണമല്ലോ. ഇങ്ങനെ നടപ്പിലാക്കിയാൽ കാര്യം മനസ്സിലാകും. കേരളത്തിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ 80% അനധികൃതമായി കയ്യാളി വെച്ചിരിക്കുന്നു. സ്വത്തും സൗകര്യങ്ങളെല്ലാം കയ്യാളി വെച്ചിരിക്കുന്നത് സവർണ ഹിന്ദു ലോബിയാണെന്നും അവരെല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അംഗസംഖ്യ കുറഞ്ഞെങ്കിലും പരമാവധി സ്വാധീനം ചെലുത്തിക്കൊണ്ട് നേതൃനിരയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും തല്ലുകയും കൊല്ലുകയും മരിക്കുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത കമ്മ്യൂണിറ്റികൾ എന്നും പിന്നോക്കം നിൽക്കുന്ന പരിസ്ഥിതി നിലവിലുണ്ടെന്നും ഉള്ളതാണ് സത്യം. അപ്പോൾ സംവരണം എന്ന് പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസമോ വെൽഫെയറോ ഒന്നുമല്ല. ഇത് പലപ്പോഴും ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് നിയമസഭയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കുറേ സീറ്റ് കൊടുക്കലോ ഒന്നുമല്ല. ഇതാ നിർത്തലാക്കണമെന്ന് പറയുന്നത്. ഇവിടെ നിർത്തലാക്കേണ്ടത് ജാതിയുള്ളൊരു സമൂഹത്തിൽ, ജാതീയത നിലനിൽക്കുന്ന, വംശീയത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കൃത്യമായിട്ട് എല്ലാ സമൂഹത്തിൻ്റെയും ജനാധിപത്യപരമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഭരണകൂടത്തിനുള്ള ബാധ്യതയുടെ നിറവേറ്റലാണ് സംവരണം. അത് ഔദാര്യമൊന്നുമല്ല. അത് നിർത്തലാക്കണം എന്നുള്ള ആ താല്പര്യങ്ങൾ, അത് ജാതി നശിക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ സംവരണം എന്ന വാദത്തിന് അപ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതും പറയാത്തതും. വെള്ളാപ്പള്ളി പറഞ്ഞതിലെ ശരിയെന്ത്? ആ ശരി ഇത്രയേ ഉള്ളൂ. ഈ ഗവൺമെൻറ്റുകൾ വാക്കുകൾ കൊണ്ടോ പരാമർശം കൊണ്ടോ ഒരു താലോലം അല്ലെങ്കിൽ ഒരു സുഖിപ്പിക്കൽ
ഒരു തലോടൽ, ഒരു പ്രീണനം അത് ഇസ്ലാമിക സമൂഹത്തോട് ചെയ്തു. അത് പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായിട്ടുണ്ട്. അടുത്തത് വളരെ നിഗൂഢമായി ഇടതു പാർട്ടികളിലെ സവർണ ലോബികൾ അവരുടെ അണികളെ മന്ത്രിമാരായിട്ടും അവരുടെ വംശീയമായ അവരുടെ CPM ഉം CPI വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. കൃത്യമായി ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ കൃത്യമായി സവർണ ലോബിയെ തന്നെ പ്രതിഷ്ഠിക്കാൻ അവർ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സംഘപരിവാർ സ്വാധീനത, സംഘപരിവാർ പറയുന്ന രാഷ്ട്രീയമല്ല, അവരുടെ ആ സംഘപരിവാർ ബോധം ഇതിനുള്ളിലും കൃത്യം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് വെള്ളാപ്പള്ളി പറയാതിരുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ സാമൂഹിക ചർച്ചകളിൽ കേരളത്തിൻ്റെ നിർണായകമായ അധികാരങ്ങൾ അർഹമായി കൈയടക്കി വച്ചിരിക്കുന്ന ഇത്തരം നിഗൂഢ ശക്തികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പുറത്തു വരേണ്ടത്. നമ്മുടെ സോഷ്യൽ ഹാർമണി നിലനിൽക്കാൻ, എല്ലാവർക്കും തുല്യനീതി എന്ന ആശയം സ്ഥാപിതമാക്കാൻ ഇത്തരം മതനിരപേക്ഷ പാർട്ടികൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും. അതിനപ്പുറത്ത് വ്യക്തിവിദ്വേഷങ്ങളോ വൈരാഗ്യങ്ങളോ ഇതിലില്ല. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ നിരീക്ഷിച്ചത് കൃത്യമായി നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൻ്റെ ആ കിടപ്പിനെക്കുറിച്ചാണ്. നമ്മുടെ സോഷ്യൽ ഹാർമണിക്ക് തകർച്ച സംഭവിക്കാതെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ എല്ലാ സമൂഹത്തെയും അതിൻ്റെ ഭാഗമാക്കാനുള്ള ഗവൺമെൻറ്റുകളുടെ ദൗത്യം ചെയ്തെടുക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാകണം. അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മാത്രം കൂടുതൽ പദവികൾ നൽകുകയോ ചെയ്യുന്ന ഇത്തരത്തിലെ അസന്തുലിതമായ സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ അവർ ജാഗ്രത കാട്ടണം എന്നും ഓർമ്മപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.